ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ഡിയോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നതാണ്. അതായത് ശരിക്കും ബെൽറ്റ് പൊട്ടി പോയിട്ട് വണ്ടി കയറ്റി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റം, പെട്രോൾ മീറ്റർ ചെക്ക് ചെയ്യുക, അതായത് ഫ്യൂൽ മീറ്റർ ചെക്ക് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കയറ്റി ചെക്ക് ചെയ്ത് നോക്കിയാണ്. ബെൽറ്റ് ഓൾറെഡി മൊത്തം പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു കേട്ടോ. കമ്പനി ബെൽറ്റ് ആയിരുന്നു, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ കിടന്നായിരുന്നേ. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ലൈഫ് തീർന്ന് ഡാമേജ് ആയേക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ഇതുണ്ട്, അത് ഈ വീലൊക്കെ ഫുള്ള് സ്ക്രാച്ചായി പോയി കാണാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റ് കയറ്റി ഇടുമ്പോഴത്തേക്കും ഇതിന് ശരിക്കും നല്ല രീതിയിൽ അരവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ബെൽറ്റ് ചെത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീല് മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഈ വീല് ബോസ് ഡ്രൈവ് മാറ്റിയിടണം. അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ റോളറുകളാണ് മൊത്തം പൊട്ടിയിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഒട്ടുമിക്ക റോളറുകളും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കിറ്റായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ റോളർ കിറ്റും കൂടി മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വീലിന് വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അപ്പം ബെൽറ്റ് മാറണം, ഈ വീല്, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെ പീസെറ്റ് സ്ലൈഡ്, അത്ര ഐറ്റംസ് നമുക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ കയറ്റി നോക്കിയപ്പോൾ അതിൻ്റെ ലെവൽ തീരെ കുറവാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഊറ്റി നോക്കിയതാണ്. 300 മില്ലി ഓയിലുള്ളൂ ആകെ കേട്ടോ. അപ്പോൾ ഓയിൽ എന്തെങ്കിലും മാറ്റണം. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കണത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ പണി കിട്ടുന്ന കേസാണ്. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിന് പണി കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ മാറ്റി തരാം. അപ്പോൾ നിങ്ങൾ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം, ഇത് ഏതാണെന്ന് വെച്ചാൽ മാസത്തിൽ അത്യാവശ്യം നല്ല ഓട്ടമാണെങ്കിൽ 1000 കിലോമീറ്റർ നോക്കാം. അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം. കാര്യമായിട്ട് കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് പരിഹരിക്കണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ ഫുള്ള് തീർന്ന് വണ്ടി പിടിക്കും, എഞ്ചിൻ പിടിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ്, ആ മീറ്റർ അസംബ്ലിയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അത് മാറ്റാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ഓയിലും ക്ലച്ചിനകത്ത് തന്നെ വർക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.